ഇപ്പം നമുക്ക് കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു ബ്ലോക്കിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു CHCയോ PHCയിലൊക്കെ കമ്മ്യൂണിറ്റി ആശാ വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിച്ചെന്ന് ഓരോ പ്രോഗ്രാംസ് ചെയ്യിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാരോട് പറയുകയാണ് ഇന്ന പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് വന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പെയ്ഡായിട്ടുള്ള വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ സെഷൻസോ അറ്റൻഡ് ചെയ്തിട്ടാണ് കുറച്ചുകൂടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസസ് വരുന്നത്. ഇപ്പോഴാണേലും ഒത്തിരി NGOs ഓർഗനൈസേഷൻസ് ഇതിനു വേണ്ടി സ്പെസിഫിക്കലി വർക്ക് ചെയ്യുന്ന ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്പേസസിൽ നമ്മൾക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്പേസസ് നമുക്കറിയാമോ, നമ്മുടെ ചുറ്റിനും നമ്മുടെ അടുത്ത് തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കറിയാമോ, ഇത് റെലവൻ്റ് അല്ലേ, ഇതിനെക്കുറിച്ച് അറിയണ്ടേ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മളുടെ വളരെ ഡിയർ ആയിട്ടുള്ളൊരു റിലേറ്റീവിനോ ഒരു ഫ്രണ്ടിനോ ഇങ്ങനൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ആ സ്പേസ് ഹോൾഡ് ചെയ്യാൻ പറ്റണ്ടേ, നമ്മളത് അറിഞ്ഞിരിക്കേണ്ടേ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലല്ലേ എന്നുള്ളതാണ്. കാരണം ആൾ സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു, നമുക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തരുതല്ലോ. നമ്മൾ എന്തായാലും ഒന്ന് കൺസോൾ ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ ഐ എം ഹിയർ യു ടോക്ക് എന്ന് പറയാനെങ്കിലും ഉള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ വേണം, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റണം എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് തൊട്ട് പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യമാണ് സേഫ് പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾക്കൊരു സേഫ് പേഴ്സൺ ഉണ്ടോ? അതായത് എനിക്ക് എന്തും പറയാൻ പറ്റുന്ന, അതായത് എനിക്ക് ഉള്ളിൽ നാണക്കേടുള്ള കാര്യമാണെങ്കിൽ പോലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലുണ്ടോ? ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ അതൊരു സ്കൂൾ കൗൺസിലർ ആവാം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു ടീച്ചറാവാം, അല്ലെങ്കിൽ ഒരു അഡൾട്ടാവാം, അതെൻ്റെ പേരൻറ്റ് തന്നെ ആവണം എന്നില്ല, എൻ്റെ സിബ്ലിംഗ് ആവാം, ആരെങ്കിലും ആവാം. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ ഈ ഒരു സേഫ് പേഴ്സണോട് എനിക്കത് ഷെയർ ചെയ്യാനോ പറയാനോ പറ്റുന്ന അവസ്ഥയിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു സേഫ് പേഴ്സൺ നമുക്ക് എല്ലാവർക്കും വേണ്ടേ എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അനിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എൻ്റെ അനിയൻ ചില സൈക്കിളൊക്കെ ഓടിച്ച് ചില ദിവസങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ 2-3 മുറിവൊക്കെ കൊണ്ടാണ് വരുന്നത്. മുറിവ് കണ്ടാൽ വീട്ടിൽ നിന്ന് അടി കിട്ടില്ലേ എന്നുള്ള ഒരു പേടി കൊണ്ടിട്ട് ഇവൻ ഇത് പറയാതെ കുറേ ദിവസം ഇരുന്നു, ഒളിച്ചൊക്കെ നിന്നു, നീളമുള്ള കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട് നിന്നു. അപ്പം വൂണ്ട് ഒട്ടും ട്രീറ്റഡ് ആവാതെ കുറേ ദിവസം ഇങ്ങനെ ഇരുന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടായി, വേദനയായി. പിന്നെ അവന് സഹിക്കാൻ പറ്റാത്ത വേദനയായപ്പോഴാണ് അവൻ വീട്ടിൽ വന്ന് പറഞ്ഞത് എൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞു കേട്ടോ, ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരാളുണ്ട്, അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം അയാളുടെ മനസ്സിൽ വരുന്നത് അയ്യോ ഇത് വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നുള്ളതിനേക്കാളും അയ്യോ ഈ പ്രശ്നത്തിലാണല്ലോ, ഞാൻ ആദ്യം വീട്ടിൽ പോയി പറയാം, അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യാൻ കുട്ടികൾക്ക് എത്രത്തോളം പറ്റും, അവർക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആസ് എൻ അഡൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള സ്പേസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പേസ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നവരെ കറക്റ്റ് ചെയ്യുകയും അവർ ചെയ്യുന്ന ഒക്കെ മണ്ടത്തനാണ്, പൊട്ടത്തനാണ്, അങ്ങനല്ല വേറെ ആയിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനേക്കാളും ഡിഫറൻ്റായ രീതിയിൽ അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്തുകൂടെ? ചിലപ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാവാം, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ എന്നുള്ളൊരു സജഷനായിട്ട് പറയുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ഒരാൾക്ക് സേഫായി പറയാനുള്ള സ്പേസ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം
നമ്മൾ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ് നമ്മളും. നമുക്ക് എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് ശരിയാക്കാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും സ്പേസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഉള്ള എനിക്കറിയാവുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്കത് കേട്ടിരിക്കാൻ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാതെ ലിസൺ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കാൻ നമ്മൾ അറിയണ്ടേ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളെ ഫാമിലി, കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും ചെയ്യാതെ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയാം. ഇപ്പോൾ ഒത്തിരി ഫോണും സ്ക്രീനും അഡിക്റ്റഡ് ആയിട്ടുള്ള സമയങ്ങളും അഡിക്റ്റഡ് അല്ലാതെ കൂടുതലിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം വരെ നമ്മൾ ഫോൺ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. അപ്പോൾ ആസ് എ ഫാമിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ TV ഇതൊക്കെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഫുള്ളി മാറ്റി വെക്കണം എന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ TV-യിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിട്ടിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൂടെ വിളിച്ച് ഒരുമിച്ചൊന്ന് ഡാൻസ് കളിച്ചാൽ അത് പറ്റില്ലേ? നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാനും നമുക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ട് ഒന്ന് എൻ്റർടൈൻഡ് ആയിട്ട് ആസ് എ ഫാമിലി ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ആസ് എ ഫാമിലി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ളതാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വരുന്നു. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും 10 മിനിറ്റെങ്കിലും നമ്മൾ ആസ് എ ഫാമിലി ഒരുമിച്ച് വരുന്നു. ഫോണും സ്ക്രീനും ഒന്നുമില്ലാതെ നമ്മൾ ഇന്ന് നമ്മുടെ ദിവസം എങ്ങനെയിരുന്നു എന്നെങ്കിലും സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, ഒരുമിച്ച് പത്രം വായിക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് പടം വരയ്ക്കുന്നു, ഒരുമിച്ച് എന്തെങ്കിലും ഒരു കളി കളിക്കുന്നു, എന്തെങ്കിലും ആവാം. അപ്പോൾ ജസ്റ്റ് ഇഷ്ടമുള്ളൊരു പാട്ടിട്ടിട്ട് ഒന്നെല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു റിച്വലായിട്ട് എന്നും നമുക്ക് ഫാമിലി ടൈം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓരോ ദിവസമുള്ള ടെൻഷനെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളൊരു ടൂള് നമ്മൾ ഈ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിൽ കൂടുതലും ഒരു ഗ്രൂപ്പ് തെറപ്പി ഇൻ്റർവെൻഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി ആവാം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാവാം. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് നമുക്ക് പല കാര്യങ്ങളും ആ ഗ്രൂപ്പിൻ്റെ നീഡ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ചിലപ്പോൾ ഗ്രൂപ്പിൻ്റെ നീഡ് എല്ലാവരും വളരെ സ്ട്രെസ്ഫുള്ളായൊരു ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ വൺസ് ഇൻ 2 വീക്സ് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യാം. അല്ല ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഒത്തിരി കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് എങ്കിൽ നമുക്കത് ആക്ടിവിറ്റീസിലൂടെ നമുക്കൊന്നത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള കുറച്ച് ആസ്പെക്ട്സ് ആണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയും ഗ്രൂപ്പായിട്ടുള്ള തെറപ്പീസുമായിട്ട് വരുമ്പോൾ ചെയ്യാനുള്ളത്. ഈ തെറപ്പി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് തെറപ്പി എന്നുള്ളതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് സെറ്റിങ്ങിലോ വളരെ ക്ലിനിക്കലായി ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്നുള്ളതാണ്. പക്ഷേ ക്ലിനിക്കൽ സ്പേസസിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുന്ന പല സ്പേസുകളിലും, കമ്മ്യൂണിറ്റി സ്പേസിലും സ്കൂൾ സ്പേസസിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സ്പന്ദനത്തിലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.